ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ആൻഡ് ട്രഡീഷണൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റെഡ് വെൽവെറ്റ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. കൂടാതെ നിങ്ങളുമായിട്ടൊരു സന്തോഷ വാർത്ത ഷെയർ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, നമ്മളുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ 1000 ആളുകളുടെ സപ്പോർട്ടാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് കേക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടി ആദ്യം നമുക്ക് ബട്ടർ മിൽക്ക് തയ്യാറാക്കാം. അതിനായിട്ട് 1/2 ഗ്ലാസ് റൂം ടെമ്പറേച്ചറുള്ള പാലിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദയിലേക്ക് 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ കൊക്കോ പൗഡറും ചേർത്ത് നമുക്കിതിനെ 3 തവണ നന്നായിട്ട് അരിച്ചെടുക്കാം. 4 എഗ്ഗിന്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. എഗ് വൈറ്റിലേക്ക് 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നമുക്കിതിനെ ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറ്റിവെച്ച എഗ് യോക്കും കൂടി ചേർത്ത് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നല്ല ക്രീമി ആവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഓയിലും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം. ഓയിലിന് പകരം 1/4 കപ്പ് ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മാസ്റ്റർ ഷെഫിന്റെ സൂപ്പർ റെഡ് ആണ്. ഇത് നമുക്ക് 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ബട്ടർ മിൽക്കും കൂടി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിന്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് 35 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിനി കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാം. അതിനായിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നല്ല സ്റ്റിഫ് ആവുന്നത് വരെ ബീറ്റ് ചെയ്യാം. കാൽ കപ്പ് ക്രീം ചീസിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമൂലിന്റെ ക്രീം ചീസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് ചീസ് നല്ല സോഫ്റ്റ് ആവുന്നവരെ ബീറ്റ് ചെയ്യാം. സോഫ്റ്റായ ക്രീം ചീസിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇതിന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബോർഡിലേക്ക് 1 ലെയർ വെച്ച് കൊടുത്ത് ഇതിന് മുകളിൽ ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. ഷുഗർ സിറപ്പിന് പകരം പാലിലേക്ക് മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്ത മിശ്രിതമാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നെക്സ്റ്റ് വിപ്പിംഗ് ക്രീം സ്പോഞ്ചിന്റെ എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഇതിന് മുകളിലായി ഗ്രേറ്റ് ചെയ്ത വൈറ്റ് ചോക്ലേറ്റും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത ലെയറും വെച്ചു കൊടുത്ത് സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. ഇതിനു മുകളിലായി ചോക്കോ ചിപ്സ് ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റ് ലെയർ സ്പോഞ്ചും കൂടി വെച്ചു കൊടുത്ത് കേക്ക് നമുക്ക് ക്രം കോട്ട് ചെയ്തെടുത്ത് 10 മിനിറ്റ് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. കേക്ക് നന്നായിട്ട് തണുത്തതിനു ശേഷം അടുത്ത കോട്ടിംഗ് കൂടി ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം വെച്ച് കേക്ക് കംപ്ലീറ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായി ചെറിയൊരു ഡെക്കറേഷൻ കൂടി നമുക്ക് ചെയ്തെടുക്കാം.
സ്പോഞ്ച് ചെറുതായി ഒന്ന് ചൂടാക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് കേക്കിന് മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും നോസിൽ വെച്ച് ചെറിയൊരു ഡിസൈനും കൂടി ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. കേക്കിന് മുകളിൽ വെച്ച് കൊടുക്കാനായിട്ട് ഫോണ്ടന്റ് വെച്ച് കുറച്ച് ഡെക്കറേഷൻ കൂടി ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് കേക്കിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. തുടർന്ന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.